ഒട്ടനവധി സ്ഥലങ്ങളിൽ ധാരാളമായി അന്നദാനം നടക്കാറുണ്ട്. എന്താണ് അന്നദാനം? എല്ലാ സമയത്തും നടക്കുന്നുണ്ട്. പക്ഷേ ഈ മണ്ഡലകാലത്തൊന്ന് പ്രത്യേകിച്ച് അന്നദാനം വളരെ ഗംഭീരമായി നടക്കും. പലയിടങ്ങളിലും അന്നദാനം വളരെ ആഘോഷപൂർവ്വം നടന്നു വരാറുണ്ട്. എന്തിനാണ് അന്നദാനം നടത്തുന്നത്? വൈദിക ചിന്തയനുസരിച്ച് നാം 5 ക്രിയകൾ ചെയ്യേണ്ടതുണ്ട്, പഞ്ചമഹായജ്ഞങ്ങൾ. ആ 5 യജ്ഞങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട യജ്ഞം ബലിവൈശ്വദേവ യജ്ഞമാണ്. എന്ന് പറഞ്ഞാൽ സർവചരാചരങ്ങൾക്കും ഭക്ഷണം കൊടുക്കുക, എല്ലാ ആളുകൾക്കും ഭക്ഷണം കൊടുക്കുക, എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കുക, പതിതരായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. ഇങ്ങനെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു പദ്ധതി എല്ലാ ദിവസവും ചെയ്യണം എന്നാണ് വൈദിക ഋഷിമാരുടെ നിർദ്ദേശം. എല്ലാ ആളുകൾക്കും എല്ലാ ദിവസവും എല്ലാ ആളുകളുടെയും ബാധ്യതയാണ് ഇത് കൊടുക്കുക എന്ന് പറയുന്നത്. ഈ പദ്ധതി ബലിവൈശ്വദേവ യജ്ഞം എന്ന് പറയുന്ന യജ്ഞം അതിൻ്റെ മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് അന്നദാനം എന്ന് പറയുന്നത്. ബലിവൈശ്വദേവം അനുസരിച്ച് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരംശം എല്ലാ വർഷവും എല്ലാ ദിവസവും എല്ലാ ആഴ്ചകളിലും മറ്റുള്ളവർക്കായി വീതിച്ചു കൊടുക്കണം. പുരുഷാർത്ഥമനുസരിച്ച് തനിക്ക് ഇല്ലാത്തത് ഉണ്ടാക്കണം. ഒന്നാമതായി ഒരാൾ ചെയ്യേണ്ടത് അതാണ്. തൻ്റെ കയ്യിൽ ഇല്ലാത്തത് ഉണ്ടാക്കിയെടുക്കണം, ഉള്ളത് വർദ്ധിപ്പിക്കണം, വർദ്ധിപ്പിച്ചത് സംരക്ഷിക്കണം. അതിനുശേഷം താനും തൻ്റെ കുടുംബവും സമൂഹവും ഉൾപ്പെടുന്ന ഒരു വിഭാഗത്തിനായി ഇത് ഭാഗിച്ചു കൊടുക്കണം. ഇത് 4 ചെയ്യുമ്പോഴാണ് പുരുഷാർത്ഥ ചതുഷ്ടയം ഉണ്ടാവുക. 4 പുരുഷാർത്ഥങ്ങൾ ഉണ്ടാവും. എല്ലാ ഇടത്തിലും ജനങ്ങൾക്കെല്ലാവർക്കും വേണ്ടത് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഇത് എല്ലാ അയ്യപ്പന്മാരുടെയും ബാധ്യതയാണ്. കാരണം താൻ ഭക്ഷണം കഴിക്കുമ്പോൾ തൻ്റെ ഉള്ളിലുള്ള അയ്യപ്പനെ ഊട്ടുന്നത് പോലെ എല്ലാവരെയും അയ്യപ്പൻ എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും ആ പേരിട്ട് വിളിച്ചിരിക്കുന്ന അയ്യപ്പന്മാർക്ക് എല്ലാവർക്കും അന്നം ദാനം ചെയ്യുമ്പോൾ, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ ശ്രീഭൂത ബലിയാണ്. എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുമ്പോൾ അവരിലുള്ള അയ്യപ്പനെയാണ് സാക്ഷാത്കരിക്കുന്നത്, അവരിലുള്ള അയ്യപ്പനാണ് ഭക്ഷണം കൊടുക്കുന്നത്. അങ്ങനെ സർവചരാചരങ്ങളിലെയും അയ്യപ്പന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിലൂടെ അവരിലുള്ള ഈശ്വരാംശത്തെ തിരിച്ചറിയുകയാണ് ഓരോ അയ്യപ്പനും ചെയ്യുന്നത്. അതുകൊണ്ട് അന്നദാനം എന്ന് പറയുന്നത് എല്ലാ അയ്യപ്പന്മാരുടെയും കടമയാണ്. ഒരു അയ്യപ്പൻ അദ്ദേഹം വ്രതമെടുത്ത് ദീക്ഷയെടുത്ത് ഇനി എല്ലാ തരത്തിലുമുള്ള ആചാരങ്ങളെല്ലാം നടപ്പിലാക്കി ശബരിമല ദർശനത്തിന് പോകുമ്പോൾ അതിൽ പൂർണ്ണത വരണമെങ്കിൽ അന്നദാനത്തിൽ പങ്കാളിയായേ പറ്റൂ. കാരണം അന്നദാനത്തിലൂടെ മാത്രമാണ് തൻ്റെ ഉള്ളിലുള്ള ഈശ്വരന് കൊടുക്കുന്നത് പോലെ അന്യനുള്ള ഈശ്വരനെയും ഊട്ടണം എന്ന ബോധമുണ്ടാവുക. തൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഈശ്വരീയ ചൈതന്യം തന്നെയാണ് അന്യരിലുമുള്ള ഈശ്വരീയ ചൈതന്യം എന്ന് മനസ്സിലാക്കുക. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. മൃഗങ്ങൾക്ക് സ്വന്തം കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധ. എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാവർക്കുമായി വിതരണം ചെയ്യുന്നു എന്നതാണ് ചിന്ത. മറ്റുള്ളവർക്ക് കൊടുക്കാതെ അവനവൻ തന്നെ മാത്രം കഴിക്കുന്ന ആളുകൾ മൂർഖരാണ്. അവർ കഴിക്കുന്നത് പാപത്തിൻ്റെ അന്നമാണ് എന്ന് ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർക്ക് കൊടുക്കാതെ ഉണ്ണുന്നവൻ പാപത്തെയാണ് ഉണ്ണുന്നത് എന്നാണ് വേദമന്ത്രം. അതനുസരിച്ച് മറ്റുള്ളവർക്ക് കൊടുത്ത ശേഷം മാത്രമേ നാം ഭക്ഷിക്കാൻ പാടുള്ളൂ. ഒരു അയ്യപ്പനാവാൻ അന്നദാനം ഏറ്റവും നിർബന്ധമായി ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ട വ്രതത്തിൻ്റെ ഭാഗം തന്നെയാണ്.